വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സാംസന്റെ ശക്തിയുടെ രഹസ്യം അവൻ്റെ മുടിയാണെന്നും അത് മുറിച്ചാൽ അവനെ കീഴടക്കാമെന്ന് മനസ്സിലാക്കിയ ദലീല ഈ വിവരം ഫിലിസ്ത്യ നേതാക്കളെ വിളിച്ചു പറഞ്ഞു. അവൾ തൻ്റെ പ്രതിഫലം വാങ്ങി അവളുടെ മടിയിൽ സാംസനെ കിടത്തിയുറക്കി അവൻ്റെ മുടി മുഴുവനും ക്ഷൗരം ചെയ്ത് നീക്കി അവൻ്റെ ശക്തി ക്ഷയിപ്പിച്ചു. ഫിലിസ്ത്യർ അവനെ പിടിച്ച് കണ്ണ് ചൂഴ്ന്നെടുത്ത് ഗാസായിലേക്ക് കൊണ്ടുപോയി ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി മാവ് പിടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിച്ചു സാംസനെ കീഴടക്കിയ സന്തോഷം ആഘോഷിക്കാൻ ഒരുമിച്ച് കൂടി. ഏതാണ്ട് 3000-ലധികം ഫിലിസ്ത്യർ അവിടെ സമ്മേളിച്ചിരുന്നു. സാംസനെ അവർ കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ അഭ്യാസം പ്രകടിപ്പിക്കാൻ പറഞ്ഞ് കളിയാക്കി തൂണുകളുടെ ഇടയിൽ അവനെ നിർത്തി. അന്ധനായ സാംസൺ ദലീല തന്നെ ചതിച്ചതിൽ മനംനൊന്ത് കർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചു. ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണമേ. ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, എന്നെ ശക്തനാക്കണമേ. ഞാൻ നിന്നോട് ഇപ്രാവശ്യം കൂടി യാചിക്കുന്നു. എൻ്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ന്യായാധിപന്മാർ 16-ാം അധ്യായം 28-ാം തിരുവചനം. കെട്ടിടം താങ്ങി നിന്നിരുന്ന 2 തൂണുകളിലും പിടിച്ച് സർവശക്തിയും ഉപയോഗിച്ച് തള്ളി സാംസണും 3000-ലധികം ഫിലിസ്ത്യരും കെട്ടിടം തകർന്നു വീണ് മരിച്ചു. സാംസന്റെ സഹോദരന്മാരും കുടുംബക്കാരും വന്ന് അവൻ്റെ ശരീരം കൊണ്ടുപോയി പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ സംസ്കരിച്ചു. 20 വർഷമാണ് സാംസൺ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.